തിരക്കാകുന്നതിന് മുമ്പേ കടയിൽ കയറി പറ്റാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 9 മണിക്ക് ലുലുലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അവിടെ ഞങ്ങളായിരുന്നു ആദ്യത്തെ കസ്റ്റമേഴ്സ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് അപ്പു പെട്ടി എടുത്തിട്ട് അവൻ ഇഷ്ടമുള്ള സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേന് അവന് മൊത്തത്തിൽ കൈതരിപ്പായിരുന്നു കേട്ടോ. മുഴുവനും കൂടെ വാരി വലിച്ചെടുക്കല്ലേടാ അമ്മ ഇവിടെ ഇരുന്ന് തല തുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പു ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങിയപ്പോഴത്തേന് ഞാൻ അവിടെ മാറ്റും ഷീറ്റും ഒക്കെ ഇരിക്കുന്ന കണ്ടു കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റും മാറ്റും ഒക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അപ്പു അപ്പൻ്റെ ട്രെയിൻ കണ്ടപ്പോഴത്തേന് അവൻ ഉന്തുവണ്ടി തള്ളി വിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോ ബോഗിയിലും അവൻ കയറി ഇറങ്ങി. എന്തായാലും കട തുറന്നതേ ഉള്ളായതുകൊണ്ട് അതിന്റെ ആളുകൾ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇതിലും കയറി ഓടിച്ചിട്ടേ അപ്പുക്കുട്ടൻ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ അവന് സ്വിമ്മിംഗ് സ്യൂട്ട് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് ദാണ്ട് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തത്. ശേഷം അതിന് വേണ്ടിയിട്ടുള്ള തൊപ്പിയും കുപ്പിയും കണ്ണാടി എല്ലാം വലിച്ചു വാരി എടുത്തിട്ട് അവന് ബൂട്ട് വേണമെന്ന് പറഞ്ഞ് നിപ്പായി കേട്ടോ. അവനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എനിക്കാണെങ്കിൽ അവൻ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം കയ്യും കാലും ഓടിയുന്ന വഴി അറിയത്തില്ല. അവസാനം പെരക്കകത്ത് മാത്രമേ തട്ടത്തുള്ളെന്ന എഗ്രിമെന്റിൽ അവനെക്കാട്ടി 1.5 ഇഞ്ച് നീളമുള്ള ഫുട്ബോളിന്റെ ആ ഒരു ബൂട്ട് അവൻ എടുത്ത് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം ബില്ലടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇവൻ ഫുട്ബോളും കളിച്ചു ഒറ്റ പോക്ക്. അതുകൊണ്ട് തന്നെ ആ ബൂട്ട് ഞാൻ അവന് വാങ്ങി കൊടുത്തില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.